Hey
ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും യോജിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും അത് മുഖാന്തരം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യവും ഉണ്ടാകണമേ. അവളെ രക്ഷിച്ച് സഭയുടെ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളനെ സ്തുതി തന്റെ സഭയുടെ വാഗ്ദാനത്തിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ത്രീകന്മാരെയും സർവവംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ മക്കളുടെ മോതിരപാട്ടിലായ ഈ സമയത്തും എല്ലാ പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സുഖകായ അനുഗ്രഹിക്കണമേ. ഈ മോചനങ്ങളെ ശാപമായി വിശദമാക്കിയുവാൻ
സംഗതിയാക്കുകയും ചെയ്യണമേ. എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ ദൈവം തമ്പുരാനേ, നിന്റെ വിശുദ്ധ മക്കളുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദൈവം ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണമാക്കിയുവാൻ അവിടെ നെടുകാക്കണമേ. കാരുണ്യവാനായ ദൈവം തമ്പുരാനേ, ഈ മക്കളുടെ വിവാഹം സുലമാലമിനും അയച്ചതോറും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, യുഗത്തിനും മരണമായി ഈ മക്കളെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ ഈ മണവാളയിൽ ഈ മക്കളുടെ ആയുഷ്കാലങ്ങളും വിതരത്തിലെവിടെയും ഈറന്മാരും പിടിപെടാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവാളയിലേക്ക് കരുണയുടെ വഴിയാകുകയും ചെയ്യണമേ. കർത്താവേ, കുടുംബമായി സംവിധാനിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും ഈ പാപങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ പാട്ടുകയും തിരുവുമ്പാകുന്ന കൃത്യവനാകുകയും ഇടപെടാതെ നീ നിന്റെ പിതാവിനെയും പരിശുദ്ധമായി സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വകുലസ്കാ തിരുമുൻപാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മധ്യസ്ഥത മുഖാന്തരം പരസ്പരം വിവാഹങ്ങൾ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ മക്കളിൽ നിന്ന് സുവർണ്ണാകുന്ന മധുരപരിമളം വീശുവാൻ ഇവരെ നിയോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യം ഇവരിലുണ്ടാകണമേ. ആത്മാവിനും ശരീരത്തിനും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കണം. തന്റെ കരുണയാൽ, ജ്ഞാനത്താൽ, ശക്തിയാൽ, പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്താൽ, 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 പരിശുദ്ധ
അവിടുത്തെ കൃപയും ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതുമായി വലക്കെ ആയുഷ്കാലം മുഴുവനും നിന്നോട് കൂടെ ഉണ്ടാകുന്നതിനെ കാത്തോളം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായ വലത്തിയാത്രമായി നിങ്ങളെ നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീകന്മാരിൽ നിന്നതുപോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോദം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വന്തതയോടെ സന്തോഷത്തോടും കൂടെ നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം ആവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഈ മക്കൾ ധരിച്ചിരിക്കുന്ന ഈ മോചനങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഈ മക്കൾക്ക് നൽകുകയും പരിപാലനയാൽ ഈ മക്കളെ അലങ്കരിക്കുകയും വിനയത്താൽ ഈ മക്കളെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. വിവാഹനിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഈ മക്കളെയും നേടിയാവുന്ന മോചനങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളിനെ തന്നെ രക്ഷയാൽ ആനന്ദിക്കുകയും മണവാളിയെ ശാശ്വതവും അക്ഷയമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് അലങ്കാരങ്ങളേക്കാൾ പകിമേറി വെടിക്കും മുദ്രകൊണ്ട് ഈ മക്കൾ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായിട്ടുള്ള സ്വഭാവത്തിൽ കൊടുക്കുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കുടസ്നേഹത്തെയും ഈ മക്കളിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവിടെ ഹൃദയങ്ങൾ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഈ മക്കളെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളേക്കാൾ സൗരഭ്യമാകുകയും ഈ മക്കളുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദേശിക്കുന്ന അസുഖാദികളായ മനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവത്തമ്പുരാൻ ഈ മക്കളെ സംരക്ഷിച്ചു കൊടുക്കാറാകട്ടെ. പാവനമായ ആകുന്ന നിർമ്മല മാർഗത്തെ ഭക്ഷണമാകുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഈ മക്കളെ കാക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണ്ണമായ സംരക്ഷണങ്ങളും ഈ മക്കൾക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, എന്റെ മഹിമയോടും ബലഹീനരും ഭാവികളുമായ ദാസരാകും ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഈ മക്കൾക്ക് അനുഗ്രഹിച്ച സന്താനങ്ങളെയും സ്വാഭാവികാരങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാവുന്ന സന്താനങ്ങളെ മക്കളെ വർദ്ധിപ്പിക്കണമേ. നിങ്ങളുടെ ശുദ്ധ വിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ നിന്ന് സദാ ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും ചെയ്യണമേ. ഈ വിരുദ്ധനായി ഒരുങ്ങിയിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വലിയ ശ്രീഭായ ഈ മണവാളിനെയും ഈ മണവാട്ടിനെയും കാത്തുകൊള്ളുകയും പിതാവും ശത്രുഭായുമായുള്ളവേ നിങ്ങളെല്ലാവരുടെ മേലും നിന്റെ കരുണ വർഷിക്കുകയും ചെയ്യണമേ. ഓശോ Thank you.
ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വാത്സല്യമുള്ളവരെ, ഞങ്ങളുടെ ബുദ്ധിമുട്ടിന് 30-60 ഇരട്ടിയായി ദൈവഫലം അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീഹ രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സകല സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
നിന്റെ ദിവ്യ കൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധവും കായുമായുള്ളവേ, ഇവർ സന്തോഷ ഉല്ലാസങ്ങളോടുകൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഇവർ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. മക്കളുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായി സകല പ്രവൃത്തികളിലും ഉത്തരന്മാരായി കൊണ്ടവർക്ക് ദൈവികമായ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി മാനവർക്ക് ശ്രദ്ധയാക്കണമേ. ദൈവമായ
മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായുള്ളവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുൻപാകെ തലകളെ വണങ്ങി നിൽക്കുന്ന നിന്റെ മക്കളെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയിൽ ദൈവം നിറഞ്ഞതായ വലതു കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മഹത്വത്തിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് മാത്രം വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ വിരുന്നിന് ഞങ്ങളെയും ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. മശിഹായുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ നമ്മുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും രക്ഷിതാവും ആകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരത്തിന്റെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടണം. പുരുഷന്മാരെ മശിഹായുടെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുകയും സഭയെ സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടവണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ കുറവോ തത്വങ്ങളുണ്ടായി മറ്റുള്ളവരോ കൂടാതെ നമ്മളെ വിശുദ്ധന്മാർ തേജസ്വി അടുസഖിയാക്കുവാനുമായിട്ട് സഭയ്ക്കായി മശിഹാസ്വപ്രാണനെ സമർപ്പിച്ചുവല്ലോ. അങ്ങനെ തന്നെ പുരുഷന്മാർ സന്തോഷങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്നെ ഭാര്യയെ സ്നേഹിക്കുന്നത് തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തിൽ രക്ഷിക്കുന്നില്ലയോ? പിന്നെയോ മശിഹാസ്വാമിക്ക് വേണ്ടിയിരുന്നതുപോലെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിലവയോട് മാംസസംബന്ധികളും വർദ്ധിതബന്ധികളുമാകുന്നു. ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെ
അദ്ദേഹം അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടികർത്താവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ ഭാര്യയെ മാതാവിനെ വിട്ടുഭാര്യയോട് ചേർത്തിരിക്കുകയും അവരിരുവരും ഒരു ശരീരമാക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവിടെ അദ്ദേഹത്തോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുകൊള്ളുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുകൊള്ളുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദ്യം അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരകുറ്റം കൊണ്ടല്ലാതെ സ്വാഭാവികം ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാരോട് ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ത്രീ ഈ കുറ്റകരങ്ങൾ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ലഭിച്ചവരല്ലാതെ എല്ലാവരും ഈ വചനത്തിന് സങ്കടമില്ല. എന്തുകൊണ്ടെന്നാൽ തങ്ങളുടെ മാതാവിനെ മുതിർന്നവരെ ഷണ്ണന്മാരാജനിച്ചിട്ടുള്ള ഷണ്ണന്മാരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാകുന്ന ഷണ്ണന്മാരുണ്ട്. സ്വർഗരാജ്യങ്ങളെ കുടുംബങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയിട്ടുള്ള ഷണ്ണന്മാരുണ്ട്. ശക്തനാകുവാൻ കഴിയുന്നവൻ ശക്തനാകട്ടെ എന്ന് താൻ ചെയ്തു. Sangre,
അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും ആയുഷ്കാലം മുഴുവനും കരേറ്റുവാൻ ഇവർക്ക് നീ ഇടയാക്കുകയും ചെയ്യണമേ. സന്തോഷിക്കുന്നവനായി ദൈവം തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ മണവാളനാവുന്ന മശിക യഥാർത്ഥമായ നിന്റെ മണവാളത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന്റെ മുദ്രയിടട്ടെ. മശികാവിന്റെ സഭയിൽ നിന്നതുപോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുവാൻ സംഗതിയാകട്ടെ. കരുണയുള്ള വലുതത്തരം നിങ്ങളുടെ മേൽ ആവസിച്ച് എല്ലാവിധമായ ഉപദ്രവങ്ങൾ നിങ്ങളെ കാക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകൽക്കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം തമ്പുരാൻ നിങ്ങളെ കാത്തുകൊള്ളട്ടെ. നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യുമാറാകട്ടെ. ഇബ്രാഹാമിനും യാക്കോബിനും യോസേഫിനും സന്തോഷിച്ചതിന് പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമങ്ങളായ സന്താനങ്ങളെ ദൈവം തമ്പുരാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ലോകിലും മക്കൾക്കുമായി നൽകിയതായ അനുഗ്രഹവും നിങ്ങളുടെ മേൽ ആവർത്തിക്കുമാറാകട്ടെ. ദൈവം അബ്രാഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ. ആകാശത്ത് പരിമഞ്ഞും ഭൂമിയിൽ ഉത്പാദിപ്പിക്കുന്ന സർവ്വ സൽഫലങ്ങളും ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ.
നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളുടെ മേൽ വസിക്കുമാറാകട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിന്ന് നിങ്ങളുടെ തലമേൽ വയ്ക്കപ്പെട്ടതായ ഈ കിരീടങ്ങളിലും ഒന്ന് ആവസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ ഒഴിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം കരയിക്കുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം തമ്പുരാൻ നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിയോടുന്നത് പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി ഭവിക്കപ്പെടട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുമാറാകട്ടെ. നസ്രയേലിനെ കൂട്ടിക്കൊണ്ടുപോകുന്നതായ മണവാട്ടിയോടെ ഉടമ്പടി ചെയ്യുവാനായി സീനായി മലമേൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരയറ്റാം. വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ മക്കൾ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനിയായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീഭവയുടെയും വടിപുഴയുടെയും ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഹൃദയവിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാവുന്നു, അറിയാത്തവരുടെ മുമ്പാകെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിച്ചിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. വിരുദ്ധമായി ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും സമാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധിയായി ആവശ്യക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയും ആശ്രയങ്ങൾക്കും അറിയാം അമ്മയുടെ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും
അവിടുന്ന് കൽപ്പനകൾ ആചരിക്കുന്നവരായ സർവശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതുകൈയിലെ നിങ്ങൾ ആവശ്യിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളുടെ ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആക്കാവുന്ന അറിഞ്ഞുകൊള്ളി. നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കും. ഇവൾ സ്വന്തം ആളുകളെ വിളിച്ച് ഇവിടെ ഭർത്താവിനോട് സംയോജിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദൈവനായിരിക്കുകയും ചെയ്യണം. അവൻ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തന്റെ പ്രാണനെ പോലെ അവനോട് അർപ്പിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ ദാഹിച്ചിരുന്നാൽ അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവൾ ന്യായമായ പ്രകാരം അവന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി അവൾ അവനെ എടുക്കൽ പഠിക്കണം. ഞങ്ങളിലും നിങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, കാണപ്പെടാത്തവയുമായ സ്ഥലത്തിന്റെ സൃഷ്ടാവായ സത്യമുള്ള സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ജീവിതത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വാത്സല്യമുള്ളവർ ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഈ ദേവാലയത്തിൽ വെച്ചാണ് മണവാളൻ്റെ സോമൻ മണവാളിൻ്റെ അനുജൻ വിവാഹം ഞാൻ ഇവിടെ നടത്തിക്കൊടുത്തത് എൻ്റെ ഓർമ്മയിൽ കടന്നു വരികയാണ്. കുഞ്ഞുണ്ടായി ഞാൻ മാമോദിസമുഖാന്റെ യോഗയിൽ കൂടി വീണ്ടും ഞാൻ എഴുപത്തിൻ്റെ ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. വാത്സല്യമുള്ളവർ ഇന്ന് ഇവിടെ വന്ന് ഈ ഉപദാസം നടത്തുവാനൊക്കെ ദൈവം അനുഗ്രഹിച്ച ജീവിതം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും നാം ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ.